കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഏപ്രൺ മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നേവിയുടെ ചെറുവിമാനം ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നിതിൻ രാജ്ലി, ജോയ്ദീപ് കോശ് എന്നിവരുടെ പൈലറ്റുമാരായിട്ടുള്ള വിമാനമാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയത്. മൂർഖൻപറമ്പ് വിമാനത്താവളത്തിൽ വീണ്ടും വിമാനമിറങ്ങി. ശനിയാഴ്ച വൈകുന്നേരം 5:42 നേവിയുടെ IN 228 വിമാനമിറങ്ങിയത്. കൊച്ചിയിൽ നിന്ന് ചെറുവിമാനം നേവിയിലെ 4 ജീവനക്കാരും ജില്ലയിലെ ദുരിതബാധിത മേഖലകളിലേക്ക് സാധന സാമഗ്രികളുമായാണ് പദ്ധതി പ്രദേശത്ത് എത്തിയത്. നിതിൻ രാജ്ലി, ജോയ്ദീപ് കോശ് എന്നിവർ പൈലറ്റുമാരായ വിമാനം എയർ ട്രാഫിക് കൺട്രോൾ കെട്ടിടത്തിന് മുകളിൽ സിഗ്നൽ ലൈറ്റിനെ ഒരു വട്ടം വലയം വെച്ച ശേഷമാണ് റൺവേയിലേക്ക് ഇറങ്ങിയത്. ഇതിനിടെ തിരുവനന്തപുരത്ത് നടന്ന കണ്ണൂർ വിമാനത്താവള ഡയറക്ടർ ബോർഡ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ണൂർ വിമാനത്താവള കമ്പനി ജീവനക്കാരും പദ്ധതി പ്രദേശത്തെ വിവിധ ഏജൻസികളും അവരുടെ ജീവനക്കാരും ചേർന്ന് 11.5 ലക്ഷം രൂപ കിയാൽ MD വി തുളസിദാസ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, C ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. ഇല്ലേ, ഇറങ്ങുന്നിട്ടില്ല. ഇതിലിപ്പം കാണുന്നുണ്ട് വിമാനം. ടൈപ്പ് ഒച്ചയില്ല, നോക്കി പേടിയില്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പാസഞ്ചർ ടെർമിനൽ കെട്ടിടത്തിന് മുന്നിലാണ്. റൺവേയിൽ ഇപ്പോൾ നേവിയുടെ ചെറുവിമാനം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നിതിൻ രാജ്ലി, ജോയ്ദീപ് കോശ്
പൈലറ്റുമാരായിട്ടുള്ള നേവിയുടെ വിമാനമാണ് ഇവിടെ ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ദുരിതബാധിത പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി 4 ആളുകളും ഒപ്പം അതിനാവശ്യമായ സാധന സാമഗ്രികളുമായി എത്തിയ ചെറുവിമാനമാണ് വിമാനത്താവളത്തിൽ ഇന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ലാൻഡിംഗ് നടന്നിരിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ലൈറ്റ് പ്രകാശിക്കുകയും വിമാനം ഒരു വട്ടം കറങ്ങുകയും ചെയ്തതിന് ശേഷമാണ് റൺവേയിലേക്ക് ഇറങ്ങിയത്. സുഖകരമായിരുന്നു. അതോടൊപ്പം ഇത് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളും എയർപോർട്ടിനകത്തുള്ള ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മീഡിയയ്ക്ക് വേണ്ടി അറിയിക്കുവാനുള്ളത്.